നാൾക്ക് നാൾ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സമ്പൂർണ്ണമായി നാണം കെട്ടു. എന്നിരുന്നാലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പൗഡറൊക്കെ ഇടിപ്പിച്ച് രാഹുൽ ഗാന്ധി കിടിലമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് പാർലമെൻറ്റിൽ കസറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്തകൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ വാക്കുകൾക്ക് മുമ്പിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചൂളിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ വിഷ്വൽസ് കാണുന്നവർക്ക് ഇതെല്ലാം കൃത്യമായി മനസ്സിലാകും. എന്നാൽ ഇവിടെ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ മാത്രം ചോദ്യങ്ങൾ എടുത്തിട്ടിട്ട് അതിനുള്ള മറുപടി കൽപ്പിക്കാതെയുള്ള ഒരു പൊറാട്ട നാടകമാണ് മാധ്യമങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ച് അതെ, ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണ്, ഇത് ട്രംപിന് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതോടുകൂടി കോൺഗ്രസ് പാളയം തന്നെ ഇളകി. അതായത് രാഹുൽ ഗാന്ധി എന്ത് മണ്ടത്തരമാണ് പറയുന്നത്, നമ്മുടെ രാജ്യത്തിനെ അപമാനിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്, ആ ഡൊണാൾഡ് ട്രംപിന് പിന്തുണ കൊടുക്കുകയാണോ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ള ആൾക്കാർ തന്നെ ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു മണ്ടനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തതാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ളതാണ്. എന്തായാലും ശശി തരൂർ അടക്കം അതിനെ രംഗത്തെത്തി. എന്തായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതിനുശേഷം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ച് വിഴുങ്ങാനുള്ള പരിപാടിയിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് വലിയ ഒരു വെള്ളാനയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വോട്ടുകൾ മോഷ്ടിക്കുന്ന ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്, ഭരണഘടനാ സ്ഥാപനം. എന്തായാലും ഇതിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഞങ്ങൾ വെറുതെ വിടില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ അവിടെ ഇപ്പോൾ VVPAT ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട് 10 വോട്ടിംഗ് മെഷീനുകളാണ് ടെസ്റ്റിങ്ങിനായിട്ട് വെച്ചത്. ഈ 10 വോട്ടിംഗ് മെഷീനും സുതാര്യമാണെന്നും കൃത്രിമമാണെന്നും ഇതാർക്കും ഹാക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ആ വാദവും തേഞ്ഞു മാഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയായി കാണുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും രാഹുൽ ഗാന്ധി വെള്ളിയാഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കമ്മീഷൻ വോട്ടുകൾ മോഷ്ടിക്കുകയാണ്, ഞങ്ങളുടെ പക്കൽ ശക്തമായ തെളിവുകളുണ്ട്, കർണാടകയിൽ ഞങ്ങളിത് വെളിപ്പെടുത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിക്കുന്നതിൽ പങ്കാളിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് പിന്നാലെ വലിയ കോളിളക്കം ഉണ്ടാകും എന്ന് രാഹുൽ ഗാന്ധി കരുതി. പക്ഷേ ഒരു മണ്ടൻ്റെ വാക്കുകൾ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ എടുക്കുന്നത്. ആ ജനങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ കേരളത്തിലുള്ള പല സുഡാപ്പികളും, കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുമ്പോൾ ഹിന്ദുക്കൾ സംഘടിതരായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തങ്ങളുടെ മതമൗലികവാദത്തിന് ഇവിടെ വലിയ സ്കോപ്പൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ പല ബോംബ് സ്ഫോടനങ്ങൾ നടത്താം, പല ആൾക്കാരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താം, കള്ളഞ്ഞോട്ടടിക്കാം, പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാം, ഞങ്ങളുടെ മതം വളർത്താം, രാജ്യത്ത് മതം പ്രചരിപ്പിക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ജീവിക്കാൻ സാധിക്കില്ലല്ലോ സമാധാനമായിട്ട്, കാരണം ഞങ്ങളുടെ ബ്ലഡിൽ തന്നെ അതില്ല എന്നുള്ള രീതിയിലാണ് പല മൗലികവാദികളും ഇവിടെ പോകുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും മതം പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരുടെ തലകൾ വെട്ടിയെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും മോദി വന്ന ശേഷം അതെല്ലാം ഒരു അറുതിയായി. ഇനി രാഹുൽ ഗാന്ധി തിരിച്ച് കയറിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് തുടരാനായിട്ട് പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ പല മതമൗലികവാദികളും രാഹുൽ ഗാന്ധി വരണമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം മലേഗാവ് സ്ഫോടനത്തിൻ്റെ വിധി തന്നെ വന്നല്ലോ. ആ വിധി വായിച്ചു നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ആ സ്ഫോടനം എന്ന് പറയുന്നത് ആര് നടത്തിയതാണെന്നും, ആ സ്ഫോടനത്തിൽ പിന്നിൽ ആരാണെന്നും, ആ സ്ഫോടനം ഹിന്ദു മുസ്ലിം ക്ലാഷ് ഉണ്ടാക്കിയതാണെന്നും, ആ സ്ഫോടനത്തിൽ കൃത്രിമ തെളിവുകൾ ചമച്ച് വിട്ടത് കോൺഗ്രസ് ആണെന്നും, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്യാനായി NIA അടുത്ത് പറഞ്ഞുവെന്നും, NIA തെളിവുകൾ ഇല്ലാഞ്ഞിട്ട് പോലും അവർ അറസ്റ്റ് ചെയ്ത് നാണം കിടന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. എന്തായാലും ആ ഒരു സുവർണ്ണകാലമൊക്കെ തിരിച്ചു വരാൻ രാഹുൽ ഗാന്ധി തിരിച്ച് അധികാരത്തിലേറണം. പക്ഷേ ഈ മണ്ടൻ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അധികാരത്തിൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നാട്ടിലെ ജനങ്ങളുടെ ഒരു സംസാര വിഷയം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.